ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പുതിയൊരു വീഡിയോയുമായി വന്നിരിക്കുന്നത് അച്ഛനായ നമ്മുടെ മാർ തോമസ് തറയിൽ എന്ന് പറയുന്ന കാത്തോലിക്കിലെ ഒരു അച്ഛന് മറുപടി നൽകുവാനാണ് ഇന്നത്തെ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വചനവിരുദ്ധം, അതായത് ഒരു പെൺകുട്ടി അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ആ വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാം അദ്ദേഹം പറഞ്ഞ വചനവിരുദ്ധം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. മാമോദീസ സ്വീകരിക്കുന്നത് അറിവാകുന്ന പ്രായത്തിനു മുന്നേ എന്നെ അപ്പനും അമ്മയും കൊണ്ട് മാമോദീസ സ്വീകരിപ്പിക്കുക. അതിലും നല്ലത് അറിവായതിനു ശേഷം എനിക്ക് ഉത്ബോധത്തോടെ എനിക്ക് ക്രിസ്ത്യാനിറ്റിയിൽ ജീവിക്കണം, എനിക്ക് സഭയിൽ അംഗമാകണം എന്നുള്ളൊരു അവബോധത്തോടെ കൂടെ മാമോദീസ സ്വീകരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. നീതുവിന് ജനിച്ചു കഴിഞ്ഞ 10ാം പൊക്കം ഭയങ്കരമായ ഒരു അസുഖം പിടിച്ചെന്ന് വിചാരിച്ചോ? എന്ന് വിചാരിക്കുക. ഏത് ആശുപത്രി പോണോന്ന് തീരുമാനിച്ചത് നീതുവാണോ പേരൻസ് ആണോ? പറ. അമ്മച്ചിയാണ്. ഏത് മരുന്ന് തരണമെന്ന് തീരുമാനിച്ചത് ആരാണ്? ഡോക്ടറാണോ, അമ്മയാണോ, നീതുവാണോ? ഇപ്പൊ പറയണം. തീർച്ചയായിട്ടും അവര് തന്നെയാണ്, ഞാനല്ല. അപ്പൊ ഇതൊക്കെ ഈ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട്, ബുദ്ധിയൊക്കെ കഴിഞ്ഞിട്ട് തീരുമാനിച്ചു. ഏത് സ്കൂളിൽ പഠിക്കണമെന്ന് കൊണ്ട ചേർത്തത് ആരാ? നീതുവിനോട് ചോദിച്ചിട്ടാണോ ഏത് സ്കൂളിലാണെന്ന് തീരുമാനിച്ചത്? എന്തുകൊണ്ടായിരിക്കും പേരൻസ് അത് ചെയ്തത്? തീർച്ചയായിട്ടും എന്റെ ഒരു നല്ല ഒരു ഭാവിയെ കരുതിയായിരിക്കും. അത് തന്നെ. ചില കാര്യങ്ങൾ നമ്മുടെ തെരഞ്ഞെടുപ്പിന് അപ്പുറത്താണ്, നമ്മളത് അംഗീകരിക്കണം, അല്ലെ? നമ്മളെല്ലാം ലിമിറ്റഡ് ഹ്യൂമൻ ബീങ്സ് ആണ്. എന്റെ കുഞ്ഞിന് ആത്മരക്ഷ കിട്ടണമെന്നുള്ള വലിയൊരു ആഗ്രഹം മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ, ഏകരക്ഷകൻ ഈശോ മിശിഹായാണെന്നുള്ള വലിയ ബോധ്യം അവർക്കുണ്ടെങ്കിൽ, നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതും ദൈവ കൃപ കിട്ടുന്നതും. ഇതൊരു ക്ലബിൽ അംഗത്വം എടുക്കുന്നതല്ലല്ലോ മാമോദീസ. മാമോദീസായിലൂടെ കൃപ കിട്ടുകയാണ്. ആ കൃപ കിട്ടുമ്പോഴാണ് ആത്മരക്ഷ സാധ്യമാകുന്നുള്ളൊരു ബോധ്യം മാതാപിതാക്കൾക്കുള്ളപ്പോ ആ മാമോദീസായിലൂടെ നമുക്ക് കൃപകൾ വാങ്ങിത്തരുന്നത് വലിയ കുഴപ്പമാണോ? അല്ല. ജീവിതത്തെ എല്ലാ ചോയ്സും നമ്മുടേതാണെന്ന് വിചാരിക്കുന്നത് ശരിയല്ല. ആ വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. അതിൽ തോമസ് തറയിൽ അച്ഛൻ പറയുന്ന കാര്യം എല്ലാവരും വ്യക്തമായി കേട്ടു കാണുമല്ലോ. അതിനകത്ത് ആ കുട്ടി ചോദിച്ച ചോദ്യം വളരെ അർത്ഥവത്തായ ഒരു ക്വസ്റ്റ്യനാണ് ആ പെൺകുട്ടി ചോദിച്ചത്. എനിക്ക് അറിവായിട്ട് സ്നാനം കഴിച്ചാൽ പോരെ എന്നുള്ള കാര്യം ആ കുട്ടി ചോദിച്ചു. വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. പക്ഷെ അതിന് ഉത്തരം നൽകുന്നത് അദ്ദേഹം എന്താണ്, വളരെ വ്യത്യസ്തമായി ദൈവവചന വിരുദ്ധമായ ഒരു വ്യത്യസ്തമായ ഉത്തരം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കാണുവാനിടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിന്റെ പ്രധാനമായ പൊരുൾ, അദ്ദേഹം നിൽക്കുന്ന ഡിനോമിനേഷൻ അല്ലെങ്കിൽ കത്തോലിക്ക ഡിനോമിനേഷൻ അല്ലെങ്കിൽ കത്തോലിക്ക മുതൽ CSE വരെയുള്ള എല്ലാ ഡിനോമിനേഷനുകളും ശിഷ്യസ്നാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാസ്തവം എന്ന് പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്ക് ഒരു വിശ്വാസം ഉണ്ടാകും. ശിശു വിശ്വസിച്ചാൽ ഒരിക്കലും അതൊരു സ്നാനമെന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. ഇതൊരു ആചാരത്തിന്റെ ഭാഗമായി ഊരിത്തിരിഞ്ഞു വന്ന ഒരു വിശ്വാസമാണ് ശിശുസ്നാനം എന്ന് പറയുന്നത്. ശിശുസ്നാനത്തിലൂടെ ശിശു രക്ഷ പ്രാപിക്കും, അല്ലെ? കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചത് എങ്ങനെയാണ്? ശിശുക്കളെ എന്റെ അടുക്കൽ വിടുവിൻ, സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു എന്ന് പറയുമ്പോൾ അവരെ മുതിർന്നവരുടെ കൂട്ടത്തിൽ കർത്താവ് കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തെ വ്യക്തമായ കാര്യം എന്ന് പറയുന്നത്. അതേ കാര്യം തന്നെയാണ് അച്ഛനിവിടെ മറയ്ക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ ഡിനോമിനേഷന് വേണ്ടി അച്ഛൻ ഇതെല്ലാം മറയ്ക്കുവാൻ ശ്രമിക്കുന്നു. ദൈവവചനത്തിലെ സത്യങ്ങൾ വെളിപ്പെടുത്താതെ അതിനെ എന്ത് ചെയ്യുന്നു? തൻ്റെതായ രീതിയിൽ വളച്ചൊടിക്കുന്നു എന്നുള്ളതാണ് ആ വീഡിയോയിൽ ഉടനീളം കാണാൻ കഴിഞ്ഞത്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ ശിശുസ്നാനം എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ, അത് ലയോൺസിലെ ബിഷപ്പായ ഐറേനിയസ് ശിശുസ്നാനം ആരംഭിച്ചു. അതായത് AD 200-കളിൽ അത് ആരംഭിച്ചു എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുക്രിസ്തു എല്ലാവരെയും രക്ഷിപ്പാൻ വന്നതുകൊണ്ട് ഏത് പ്രായത്തിലുള്ളവരും അതിൽ പെടുന്നതാണെന്ന് അദ്ദേഹം നടത്തിയ വാദങ്ങളിൽ നിന്നും
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് തെർത്തുല്യന്റെ കാലത്തും ശിശുസ്നാനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പം സിപ്രിയന്റെ കാലത്ത് ഈ ഉപദേശം ശക്തിപ്പെട്ടുവെന്നും ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാനാണ് ശിശുസ്നാനം എന്നവർ വാദിച്ചു. മനുഷ്യപുത്രൻ വന്നത് ആത്മാക്കളെ രക്ഷിക്കുവാനാണ്. അതായത് നാസിയൻസിലെ ബിഷപ്പായിരുന്ന ഗിഗറി ശിശുക്കളെ അറിവ് കൂടാതെ അവരെ ശുദ്ധീകരിക്കണമെന്നും രക്ഷയ്ക്കായി ശവത്തെ പോലും സ്നാനപ്പെടുത്താമെന്നും അദ്ദേഹം വാദിച്ചു എന്ന് അദ്ദേഹത്തെ കുറിച്ച് കാണുന്നു. അതായത് ശിശുസ്നാനവാദികൾ കൊണ്ടുവരുന്ന വേറെ 3 പോയിന്റ് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ കാണുന്ന എന്താണ്, ഈ 3, അതായത് പഴയ നിയമത്തിൽ പറയുന്ന 3 ഉടമ്പടികളോടുള്ള ബന്ധത്തിലാണ് അത് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തേത് നോഹൈക ഉടമ്പടിയും, രണ്ടാമത്തേത് മോശൈക ഉടമ്പടിയും, മൂന്നാമത്തേത് അബ്രഹാമ്യ ഉടമ്പടിയുമാണ്. അപ്പൊ 3 തരത്തിലുള്ള ഉടമ്പടി പ്രകാരമാണ് ശിശുക്കളെ സ്നാനപ്പെടുത്തുന്ന അവർ വാദമിറക്കുന്നത് എന്നുള്ളതാണ്. അതായത് 1 പത്രോസ് 3 മുതൽ 3-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ച് എഴുതിയിരിക്കുന്നത് കൊണ്ട് സ്നാനത്തിൽ എന്താണ്, സ്നാനത്തിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ എന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? വെള്ളത്തിൽ കൂടെയാണോ അതോ പെട്ടകത്തിൽ കൂടിയാണോ രക്ഷപ്പെട്ടത്? രക്ഷപ്പെടുവാൻ കാരണം എന്തായിരുന്നു? പെട്ടകമായിരുന്നു, വെള്ളമല്ല. ന്യായവിധിയുടെ വെള്ളങ്ങൾ പെട്ടകത്തിൽ വീണു. അതുപോലെ തന്നെ എന്നാൽ പെട്ടകത്തിലുള്ളിലുള്ളവർ എന്ത് ചെയ്തു? രക്ഷ പ്രാപിച്ചു. ഈ ന്യായവിധി ക്രിസ്തുവിന്മേൽ വീഴുകയും ക്രിസ്തുവിനുള്ളവരായിരുന്നവർ വിടുവിക്കപ്പെടുകയും അർത്ഥാൽ നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. ജലപ്രളയം നിഴലും സ്നാനം അതിന്റെ പൊരുളുമായിട്ടാണ് കരുതപ്പെടുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ന്യായവിധിയുടെ വെള്ളങ്ങൾ എന്താണ്? മരണത്തിന് സാദൃശ്യവും. പഴയ മനുഷ്യനാകുന്ന പാപം അടക്കപ്പെടുന്നു, പുതിയ മനുഷ്യൻ ജീവിച്ച് ഉയർക്കുന്നു. രണ്ടാമത്തേത് പരിച്ഛേദനയുടെ പിന്തുടർച്ചയാണ് സ്നാനം എന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പൊ എന്താണ്? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു എന്നും അവിടെ കാണുന്നു. അപ്പൊ സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി എന്ത് ചെയ്തു? അടക്കപ്പെട്ടു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാവർക്കും ആത്മീയ പരിച്ഛേദനയാണ് ആവശ്യമെന്നും അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിൽ മരിച്ചവരായ നിങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള അജ്ഞതയാണ്. അതായത് അബ്രഹാം ആത്മീയനായി ജീവിച്ചതിന്റെ ബാഹ്യ അടയാളമായിരുന്നു പരിച്ഛേദന എന്ന് പറയുന്നത്. ഇതുപോലെ പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കപ്പെടുന്നതാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ. അബ്രഹാമ്യ ഉടമ്പടി പരിച്ഛേദന എങ്ങനെ ആയിരുന്നുവോ അതുപോലെയാണ് സ്നാനം എന്ത് ചെയ്യുന്നു? സ്നാനം ക്രിസ്തീയ വിശ്വാസിയെ കാക്കുന്നു എന്നുള്ളതാണെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ വിശ്വസിച്ച അബ്രഹാമിന് പരിച്ഛേദന അടയാളമായിരുന്നു. അതായത് വിശ്വസിച്ച ക്രിസ്ത്യാനിക്ക് സ്നാനം എന്താണ്? അടയാളമാണ്. അപ്പോ സ്നാനത്തിന്റെ കാര്യമാണ് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. കൈയാലുള്ളതല്ല, പിന്നെയോ എന്താണ്? പൂർണ്ണമായും ജഡത്തിന്റെ പ്രവൃത്തികളെ എന്ത് ചെയ്യണം? ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ മരിപ്പിച്ച് പുതിയ ജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ ശിശുവിൽ നടക്കുന്നില്ല. ശിശുവിൽ അവന്റെ വല്യപ്പനോ വല്യമ്മയോ അവന്റെ കൈ പിടിച്ചു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു കാത്തോലിക്കിലും അതുപോലെ തന്നെ ഓർത്തഡോക്സിലും യാക്കോബായിലും ഒക്കെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. മർത്തോമായിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, CSAയിലും ഉണ്ട്. അപ്പോൾ കൈ പിടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി വിശ്വസിക്കുമെന്നാണ്. പക്ഷെ ഈ 3 കാര്യങ്ങൾ അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒരു അടയാളമാകുന്നില്ല. വിശ്വാസിക്ക് ഒരു അടയാളമായി അത് മാറണമെന്ന് ഞാനിവിടെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈ അടയാളം അവിടെ നടക്കുന്നില്ല, ക്രിസ്തുവിനോടുകൂടി ചേരുന്നില്ല. അതുപോലെ തന്നെ അബ്രഹാമിന്റെ പരിച്ഛേദനയ്ക്കുള്ള അടയാളം അവിടെ വരുന്നില്ല. അത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന അബ്രഹാമിന്റെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ഒരു വിശ്വാസം നമുക്ക് ദൈവത്തിൽ ഉണ്ടാകണം. വിശ്വാസം ഒരു പ്രധാന ഘടകം തന്നെയാണ് ഈ പറയുന്ന സ്നാനത്തിൽ നടക്കുന്നത്. അതുകൊണ്ട്
ആരെങ്കിലും വിശ്വസിച്ചാൽ കുഞ്ഞ് വിശ്വസിക്കുമെന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു പഠനം തന്നെയാണ്. അത് ഐറീനിയസ് ഉണ്ടാക്കി വെച്ച ഒരു സിദ്ധാന്തം മാത്രമാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട്, അത് ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട്, ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.